Good evening, all. Today, let us discuss another topic from BEGC 102 European Classical Literature. In this video, we are going to discuss three dramatic unities by Aristotle. Now, let us have a look at the answer. Aristotle is a Greek philosopher. He presented his ideas about tragedy in the book called Poetics. In the book, he introduces dramatic unities as a central element of a tragedy. Here, Aristotle ആണ് ഈ ഒരു കോൺസെപ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസ്. അപ്പം ഹി ഈസ് എ ഗ്രീക്ക് ഫിലോസഫർ. ഹി പ്രസന്റഡ് ഹിസ് ഐഡിയാസ് അബൌട്ട് ട്രാജഡി ഇൻ ദ ബുക്ക് കോൾഡ് പോയറ്റിക്സ് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകൾ ട്രാജഡിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഹി ഹാസ് പ്രസന്റഡ് ഇൻ ദ ബുക്ക് കോൾഡ് പോയറ്റിക്സ് അല്ലെ. പോയറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലാണ് അദ്ദേഹത്തിന്റെ ട്രാജഡിയെ കുറിച്ചുള്ള ഐഡിയാസ് പ്രസന്റ് ചെയ്തു. ഇൻ ദ ബുക്ക് ഹി ഇൻട്രൊഡ്യൂസസ് ഡ്രമാറ്റിക് യൂണിറ്റീസ് ആസ് എ സെൻട്രൽ എലമെന്റ് ഓഫ് എ ട്രാജഡി. ഈ ഒരു സെയിം ബുക്കിലാണ് അദ്ദേഹം എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസ് അല്ലെ. അതും എങ്ങനെ? ആസ് എ സെൻട്രൽ എലമെന്റ് ഓഫ് എ ട്രാജഡി. അല്ലെ, ഒരു ട്രാജഡിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട എലമെന്റുകളിൽപ്പെട്ട ഒരു എലമെന്റ് ആണ് ഈ പറഞ്ഞ ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസ്. Aristotle introduces three dramatic unities. ഏതൊക്കെ? അപ്പം Aristotle has introduced three dramatic unities. ഏതൊക്കെ? Unity of action, unity of place and unity of time. അല്ലെ, അപ്പം ഇദ്ദേഹം ഒരു ഡ്രാമക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെ പ്രധാനപ്പെട്ട സെൻട്രൽ എലമെന്റ് ആണ് ഏത് ഈ പറഞ്ഞ ഡ്രമാറ്റിക് യൂണിറ്റീസ്. ഇവിടെ അരിസ്റ്റോട്ടിൽ ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസ്. ഏതൊക്കെ? യൂണിറ്റി ഓഫ് ടൈം, യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ദീസ് ഡ്രമാറ്റിക് യൂണിറ്റീസ് ഹാഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ആൻഷ്യന്റ് ഗ്രീക്ക് തിയേറ്റർ അല്ലെ. ഇപ്പൊ നമ്മൾ ആൻഷ്യന്റ് ഗ്രീക്ക് തിയേറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസ് എന്തുണ്ട്? ആസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ആൻഷ്യൻ ഗ്രീക്കിൽ ഇറങ്ങിയിട്ടുള്ള പ്ലേസിലെല്ലാം തന്നെ എന്തിന്റെ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും? ഈ ഒരു ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസിന്റെ ഇൻഫ്ലുവൻസ്, ഇമ്പാക്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. These dramatic unities had an important role in ancient Greek theatre. The study of Greek tragedy is not meaningful without giving reference to Aristotle's views on the ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസ്. അപ്പോൾ ആൻഷ്യൻ ഗ്രീക്ക് തിയേറ്ററിനെ കുറിച്ച്, ഡ്രാമാസിനെ കുറിച്ച്, പ്ലേസിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ വി ഹാവ് ടു ഗിവ് റെഫറൻസ് ടു അരിസ്റ്റോട്ടിൽസ് വ്യൂസ് ഓൺ ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസ്. അപ്പൊ ഈ ഒരു ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസിന് എന്നിട്ട് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ആൻഷ്യൻ ഗ്രീക്ക് തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞ ത്രീ ഡ്രമാറ്റിക് യൂണിറ്റീസിന് നമ്മുടെ അറ്റ് പ്രസന്റ് അല്ലെ പ്ലേസിലും ഡ്രാമാസിലും എന്തില്ല, അത്രത്തോളം ഒരു സിഗ്നിഫിക്കൻറ്റ് റോൾ ഇല്ല അല്ലെ. ഈ പറഞ്ഞ ത്രീ യൂണിറ്റീസ് പലതും എന്താണ് ഫോളോ ചെയ്യുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നോക്ക് നിങ്ങൾ. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ a play should present a single action in a single place and that happened within 24 hours. Okay. These three conditions are called dramatic unities. അപ്പോൾ dramatic unity means എന്താണ്? Three conditions. അല്ലേ? These three conditions are called dramatic unities. ഏതൊക്കെയാണ് ഒരു കണ്ടീഷൻസ്? നോക്ക് നിങ്ങൾ. ഫസ്റ്റ് വൺ, സിംഗിൾ ആക്ഷൻ അല്ലെ. സിംഗിൾ പ്ലോട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ സിംഗിൾ സ്റ്റോറി ആയിരിക്കണം അല്ലെ. ഒരു മൂന്ന് കണ്ടീഷൻ ആണ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ അല്ലെ. ഒരു ഐഡിയൽ പ്ലേ മീൻസ് ഐഡിയൽ പ്ലേ എന്ത് ഫോളോ ചെയ്യണം? ഈ പറഞ്ഞ ത്രീ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം അല്ലെ. അപ്പം ഏതൊക്കെയാണ്? ഒരു പ്ലേ ആണ്, ഡ്രാമ ആണെങ്കിൽ സിംഗിൾ ആക്ഷൻ ആയിരിക്കണം അല്ലെ. പ്ലോട്ട് സിംഗിൾ പ്ലോട്ട് ആയിരിക്കണം അല്ലെ. സിംഗിൾ സ്റ്റോറി ആയിരിക്കണം. അതുപോലെ തന്നെ സിംഗിൾ പ്ലേസ്, that has to be happen in a single place അല്ലെ. ഒരിക്കലും പ്ലേസ് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല, ലൊക്കേഷൻസ് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. അതാ പറഞ്ഞത് സിംഗിൾ പ്ലേസ്. അതുപോലെ തന്നെ that happened within 24 hours അല്ലെ. 24 hours സ്റ്റോറി കംപ്ലീറ്റ് ആവണം. ഒരിക്കലും സെവറൽ ഇയേഴ്സ്, സെവറൽ മന്ത്സ്, സെവറൽ ഡേയ്സ് എന്ത് ചെയ്യാൻ പാടില്ല, നടക്കുന്ന ഇൻസിഡന്റ് ആവാൻ പാടില്ല അല്ലെ. ദീസ് കണ്ടീഷൻസ് ആർ കോൾഡ് എന്ത്? ഡ്രമാറ്റിക്
unities. Out of these 3 unities, നമുക്ക് കാണാൻ പറ്റും അരിസ്റ്റോട്ടിൽ ഗിവ്സ് പ്രൈമറി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് ഏതാണ്? യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ്. അല്ലെ, മറ്റ് ആക്ഷൻസ് ഒക്കെ ഏത്? യൂണിറ്റി ഓഫ് ടൈം ആൻഡ് യൂണിറ്റി ഓഫ് പ്ലേസ് അത്രത്തോളം കൺസിഡറേഷൻ ആര് കൊടുത്തിട്ടില്ല? അരിസ്റ്റോട്ടിൽ കൊടുത്തിട്ടില്ല. നോക്കാം നമുക്ക് 1 by 1 ആയിട്ട്. യൂണിറ്റി ഓഫ് ടൈം. The concept of unity of time says that the action of a play should not exceed more than 24 hours. അല്ലെ, അപ്പം യൂണിറ്റി ഓഫ് ടൈം മീൻസ് ഏത്? സ്റ്റോറി അല്ലെങ്കിൽ ഏത് ഒരു ആക്ഷൻ അല്ലെങ്കിൽ പ്ലോട്ട് അല്ലെ, അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഷുഡ് നോട്ട് എക്സീഡ് മോർ ദാൻ 24 hours. 24 hours എക്സീഡ് ചെയ്യാൻ പാടില്ല. അല്ലെ, ഇറ്റ് മീൻസ് the action or plot of a tragedy that has not happened in several days or months. അല്ലെ, ഒരിക്കലും ഒരുപാട് മാസങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഡേയ്സോ അല്ലെ, ഡേയ്സുകളൊക്കെ എടുത്ത് നടന്നിട്ടുള്ള ഒരു സ്റ്റോറി അല്ലെങ്കിൽ അത്രയും മാസങ്ങൾ എടുത്ത് സംഭവിച്ച ഒരു സ്റ്റോറി ആവാൻ പാടില്ല. അല്ലെ, there are certain reasons behind this doctrine. Neoclassical critics believe that if an action in a play goes beyond 24 hours and several days and months, that affect the realistic aspect of the play. അല്ലെ, അപ്പം ഇവർ പറയുന്നുണ്ട് ഒരു അരിസ്റ്റോട്ടിൽ അല്ലെ ഈ ഒരു യൂണിറ്റി ഓഫ് ടൈം പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു നിയോ ക്ലാസിക്കൽ ക്രിറ്റിക്സ്. അല്ലെ, നിയോ ക്ലാസിക്കൽ മീൻസ് നിയോ മീൻസ് ന്യൂ ക്ലാസിക്കൽ അല്ലെ, നിയോ ക്ലാസിക്കൽ മീൻസ് ദോസ് ഹു ഫോളോ ക്ലാസിക്കൽ ക്രിറ്റിക്സ്. അവരെയാണ് നമ്മൾ എന്ത് പറയാ? നിയോ ക്ലാസിക്കൽ ക്രിറ്റിക്സ് എന്ന് പറയാം. അല്ലെ, അപ്പം അവരുടെ ക്ലാസിക്കൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ഫോളോ ചെയ്യുന്ന ക്രിറ്റിക്സിനെയാണ് നിയോ ക്ലാസിക്കൽ എന്ന് പറയുക. അല്ലെ, അവരതിനുള്ള റീസൺ എന്താ പറഞ്ഞു നോക്ക് നിങ്ങൾ. നിയോ ക്ലാസിക്കൽ ക്രിറ്റിക്സ് ബിലീവ് ദാറ്റ് ഇഫ് ആൻ ആക്ഷൻ ഇൻ എ പ്ലേ ഗോ ബിയോണ്ട് 24 hours അല്ലെ, അല്ലെങ്കിൽ എക്സീഡ് ചെയ്യാണ് 24 hours, അതുപോലെ തന്നെ സെവറൽ ഡേയ്സോ മന്തോ, വാട്ട് ഹാപ്പൻഡ് ദാറ്റ് എഫക്ട് ദ റിയലിസ്റ്റിക് ആസ്പെക്ട് ഓഫ് ദി പ്ലേ. അതൊരു റിയലിസ്റ്റിക് ഫീലിംഗ് കിട്ടില്ല. റിയൽ സ്റ്റോറി ആയിട്ട് ആർക്ക് ഫീൽ ചെയ്യില്ല? റീഡേഴ്സിന് ഫീൽ ചെയ്യില്ല. ആൻഡ് ദ ഓഡിയൻസ് ഡസന്റ് ബിലീവ് ഇൻ ദി സ്റ്റോറി. അല്ലെ, ഏതായിരിക്കും ആ ഒരു കാലഘട്ടത്തിലെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെ, അതുകൊണ്ട് തന്നെ ദ ഓഡിയൻസ് ഡസന്റ് ബിലീവ് ഇൻ ദി സ്റ്റോറി. എന്ത് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ട് എക്സീഡ് മോർ ദാൻ 24 hours. റൈറ്റ്. നെക്സ്റ്റ് നോക്കാം നമുക്ക് യൂണിറ്റി ഓഫ് ആക്ഷൻ. Though Aristotle introduces 3 dramatic unities, he is more stressed on unity of action. അല്ലെ, അപ്പൊ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പ്രസന്റ് ചെയ്തിട്ടുണ്ട് 3 dramatic unitiesനെ. ബട്ട് he is more stressed on അല്ലെ, emphasizes on ഏത്? യൂണിറ്റി ഓഫ് ആക്ഷൻ. അല്ലെ, അത് നോക്കി നിങ്ങൾ. അക്കോർഡിംഗ് ടു ഹിം an ideal tragedy should follow the unity of ആക്ഷൻ. അല്ലെ, അപ്പൊ അദ്ദേഹം പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്ത ട്രാജഡി എന്ന് പറഞ്ഞാൽ തന്നെ ആക്ഷന് എന്തായിരിക്കണം? യൂണിറ്റി ഉണ്ടായിരിക്കണം. അപ്പൊ എന്താ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്കോർഡിംഗ് ടു ദിസ് ഡോക്ട്രിൻ ദ ആക്ഷൻ ഓർ പ്ലോട്ട് ഓഫ് എ ട്രാജഡി മസ്റ്റ് ബി സീരിയസ് ആൻഡ് കംപ്ലീറ്റ്. യൂണിറ്റി ഓഫ് ആക്ഷൻ മീൻസ് കംപ്ലീറ്റ് ആയിരിക്കണം. ആ ഒരു പ്ലോട്ട്, സ്റ്റോറി, ആക്ഷൻ എന്തായിരിക്കണം? സീരിയസ് ആയിരിക്കണം ആൻഡ് കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് മീൻസ് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? പ്ലോട്ട് ഓർ ആക്ഷൻ ഓഫ് എ ട്രാജഡി ഷുഡ് ഹാവ് എ പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. അല്ല, അവിടെ യൂണിറ്റി ഓഫ് ആക്ഷൻ ഉദ്ദേശിക്കുന്നത് പ്ലോട്ട്, സ്റ്റോറി, ആക്ഷൻ അല്ലെ, ഇതിനൊക്കെ എന്തുണ്ടായിരിക്കണം? ഷുഡ് ഹാവ് എ പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ്. അല്ലെ, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഒരു സ്റ്റോറി ആണെങ്കിൽ, ട്രാജഡി ആണെങ്കിൽ അല്ലെ, അതിന് എന്തുണ്ടായിരിക്കും? ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും, പിന്നെയോ കാറ്റസ്ട്രോഫി, എൻഡിങ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പം ഒരു സ്റ്റോറീസ് ആണോ ട്രാജഡി ആണോ, അതിന്റെ പ്ലോട്ടിന് ആക്ഷൻ സ്റ്റോറീസ് എങ്ങനെ ആയിരിക്കണം? ഷുഡ് ഹാവ് എ പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ്. അല്ലെ, ഇതിനാണ് എന്ത് പറയുന്നത്? യൂണിറ്റി ഓഫ് ആക്ഷൻ. ഓക്കെ, ഇനി നോക്കൂ. അക്കോർഡിംഗ് ടു ദിസ് ഡോക്ട്രിൻ action or plot of a tragedy must have a serious and complete. അല്ലെ, അതും എങ്ങനെ? A plot of tragedy should not be written on trivial or simple subject. അല്ലെ, നോർമൽ സബ്ജക്റ്റ് ആവാൻ പാടില്ല.
ട്രിവിയൽ മീൻസ് സിമ്പിൾ, നോർമൽ അല്ലെ, ഒരിക്കലും ആ പാടില്ല. എന്നിട്ടോ ദാറ്റ് ഹാസ് ടു ബി സീരിയസ് ടോപ്പിക് ആയിരിക്കണം. ആൻഡ് സ്റ്റോറീസ് ഓഫ് കിങ്സ്, പ്രിൻസസ് ആൻഡ് ജനറൽസ് അല്ലെ, അതുപോലെ തന്നെ കിങ്ങിന്റെ സ്റ്റോറീസ് ആയിരിക്കണം, പ്രിൻസസിന്റെ സ്റ്റോറീസ് ഒക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്ലോട്ട് ഓർ ആക്ഷൻ ഓഫ് ദ ട്രാജഡി ഷുഡ് ഹാവ് എ പ്രോപ്പർ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡിങ്. If any plot doesn't have a proper beginning, middle and ending, the play cannot make any powerful impact on audience or spectator. അല്ലെ, ഇപ്പൊ നോക്കാം, നമ്മള് പല സ്റ്റോറീസും അല്ലെ പിന്നെ എന്താ കാണാൻ പറ്റും, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും അല്ലെ, അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക് ആയിരിക്കും. അപ്പം പലപ്പോഴും തുടങ്ങുന്നത് മിഡിലും അതുപോലെ തന്നെ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് പിന്നെ എവിടെയൊക്കെ ആയിരിക്കടാ, മിഡിലൊക്കെ ആയിരിക്കും അല്ലെ. അപ്പം ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റും വരാറുണ്ട്. എങ്ങനെ എങ്ങനെ ഏതുപോലെ, ചിലപ്പം പ്രസന്റും പാസ്റ്റും പരസ്പരം എന്ത് ചെയ്യും, ഇന്റർചേഞ്ച് ചെയ്ത് വരാറുണ്ട് അല്ലെ. സ്റ്റോറീസ്, ഇൻസിഡന്റുകൾ പാസ്റ്റ് നടന്നതും പ്രസന്റിൽ നടന്നതും അല്ലെ, അതുപോലെ തന്നെ സ്റ്റോറി മിഡിലൊക്കെ ചിലപ്പോൾ സ്റ്റോറീസ് എന്ത് ചെയ്യാറുണ്ട്, എൻഡ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പം പിന്നെ ഒരു പ്രോപ്പർ ആയിട്ട് എന്തുണ്ടാവില്ല, ഒരു ബിഗിനിങ്ങോ മിഡിലോ അതുപോലെ തന്നെ ഒരു എൻഡിങ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പം പിന്നെ ട്രാജഡിയിൽ അരിസ്റ്റോട്ടിൽ പറയുന്നു എന്തായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ബിഗിനിങ് ഉണ്ടായിരിക്കണം, മിഡിൽ ഉണ്ടായിരിക്കണം, എൻഡിങ് ഉണ്ടായിരിക്കണം. If any plot doesn't have proper beginning, middle or ending, what happen? The play cannot make any powerful impact on the audience or spectator. അല്ലെ, ഇപ്പോ അങ്ങനെ ഒരു പ്രോപ്പർ എൻഡിങ് ഇല്ലെങ്കിൽ അതൊരിക്കലും ഓഡിയൻസിൽ എന്തുണ്ടാക്കില്ല, ഇമ്പാക്ട് ഉണ്ടാക്കില്ല. യൂണിറ്റി ഓഫ് പ്ലേസ് നോക്കൂ നിങ്ങൾ. Unity of place is connected with unity of action. According to this doctrine, a play's story or action should take place in a minimal number of location. അപ്പം ഈ പറഞ്ഞ യൂണിറ്റി ഓഫ് പ്ലേസും യൂണിറ്റി ഓഫ് ആക്ഷൻസ് ആർ ഇന്റർ റിലേറ്റഡ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്. നോക്ക് നിങ്ങൾ, അക്കോർഡിംഗ് ടു ദിസ് ഡോക്ട്രിൻ എ പ്ലേസ് സ്റ്റോറി ഓർ ആക്ഷൻ should take place in a minimal number of locations. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ഡ്രാമ എങ്ങനെ ആയിരിക്കണം, ഒരുപാട് ലൊക്കേഷനിൽ വെച്ച് സെറ്റ് ചെയ്താവാൻ പാടില്ല. മിനിമൽ നമ്പർ ഓഫ് ലൊക്കേഷൻസേ പാടുള്ളൂ. ഇതിന് നമ്മൾ യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് പറയും. എസ്പെഷ്യലി നോക്ക് നിങ്ങൾ, an ideal action takes place in a single place അല്ലെ. അപ്പോ ആ ഒരു പ്ലോട്ട്, ആക്ഷൻ, സ്റ്റോറി എന്ന് പറയുന്നത് എന്തായിരിക്കണം, ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ പ്ലേസ് അല്ലെ. എവിടെ ആയിരിക്കണം, ഒരു സിംഗിൾ പ്ലേസിലായിരിക്കും. ഇറ്റ് മീൻസ് ദ ആക്ഷൻ ഓഫ് എ പ്ലേ ഷുഡ് നോട്ട് ബി സ്റ്റേജ്ഡ് ഇൻ എ സിംഗിൾ staged in a single place. It means the action of a play should be staged in a single place. ഒരു സിംഗിൾ പ്ലേസിലായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ that doesn't shift from one place to another. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ടൊക്കെ ഡ്രാമ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഫോർ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ പോലെ അല്ല. ഇന്ന് നമ്മൾ എന്താ ചെയ്യാറ്, ഇന്നിപ്പോ പിന്നെ പലപ്പോഴും പ്ലേസും ഡ്രാമാസും ഒക്കെ പെർഫോം ചെയ്യുന്ന സ്റ്റേജുകളും തിയേറ്ററുകളും ഒക്കെ കുറവാണ് അല്ലെ. അപ്പൊ അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഈ പറഞ്ഞ 3 ഡ്രാമാറ്റിക് യൂണിറ്റീസ് ആര് ഫോം ചെയ്തിട്ടുള്ളത്, അരിസ്റ്റോട്ടിൽ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, that does not shift from one place to another. In Greek theatre, one actor had to act in multiple roles in a play. അപ്പം ഗ്രീക്ക് തിയേറ്റർ എടുക്കുന്ന സമയത്ത് സെയിം ആക്ടർ ഹാസ് ടു പെർഫോം ഡിഫറെന്റ് റോൾ അല്ലെ. അപ്പം സെയിം ആക്ടർ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡിഫറെന്റ് റോളുകൾ പെർഫോം ചെയ്യേണ്ടതായിരിക്കും വരും. Therefore, it was difficult to portray characters in the different places donning different costumes അല്ലെ. അപ്പോൾ ആ ഒരു സെയിം ക്യാരക്ടേഴ്സ് ആണ് ഡിഫറെന്റ് റോളുകൾ വരുന്നത്. അപ്പം ഡിഫറെന്റ് പ്ലേസുകൾ ഷിഫ്റ്റ് ചെയ്യുക, കോസ്റ്റ്യൂംസ് ഡിഫറെന്റ് ആയിട്ട് യൂസ് ചെയ്യുക, ഇതൊക്കെ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആവണം എന്ത് ആര് പ്രപ്പോസ് ചെയ്യാനുള്ള യൂണിറ്റി ഓഫ് പ്ലേസ് എന്ന് ആ ഒരു കോൺസെപ്റ്റ് അരിസ്റ്റോട്ടിൽ put forward ചെയ്യാനുള്ള ഒരു കാരണം. These are the 3 dramatic unities promoted by the Greek philosopher Aristotle, but he stressed only unity of
ആക്ഷൻ. അപ്പം അദ്ദേഹം മറ്റ് യൂണിറ്റീസ് ഒക്കെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ പ്രൈമറി എംഫസൈസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഏതിനാണ്? യൂണിറ്റി ഓഫ് ആക്ഷൻ ആണ്. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു പിന്നെ 3 ഡ്രമാറ്റിക് യൂണിറ്റീസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എനിവേ, നൗ ലെറ്റ് us stop here. Okay, bye.